Today, we launch the campaign of UDF with one mission: to restore Keralam to the people it belongs to. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾക്ക് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ അതിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: കേരളത്തെ വീണ്ടെടുത്ത് അത് അർഹിക്കുന്ന ജനങ്ങളിലേക്ക് അതിനെ തിരികെ കൊടുക്കാൻ നമ്മൾ ഒരുമിച്ചൊരു പോരാട്ടം ആരംഭിക്കുകയാണ്. Keralam is speaking in one voice. We want change. We want UDF. ഒരേ ശബ്ദത്തിൽ കേരളം പറയുന്നു, ഞങ്ങൾക്കൊരു മാറ്റം വരണം, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം വരണമെന്നാണ് ഒരേ ശബ്ദത്തിൽ കേരളം പറയുന്നത്. LDF's 10-year record of failure. The LDF has had 2 full terms, 10 years to transform Keralam. What do they have done and what they have shown? What is the progress? Nothing, except instead of more milk booths, he has increased more wine shops. 10 വർഷം തുടർച്ചയായി ഈ നാടിന്റെ ഭരണസാരഥ്യം ഈ നാട്ടിലെ ജനങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് ഈ നാടിന് അനിവാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതിന് പകരം എന്താണ് LDF ഈ നാടിന് വേണ്ടി ചെയ്തത്? തെളിച്ചു പറഞ്ഞാൽ ഈ നാടിന് വേണ്ടി അവരൊരു ചുക്കും ചെയ്തില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നാട്ടിൽ ചായക്കട തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ ബാറിന്റെയും വൈനിന്റെയും പാർലറുകൾ തുടങ്ങിയ സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരുന്നത്. Keralam's debt is approaching rupees 6 lakh crore. There is a burden of almost 1.7 lakhs on every single Malayali. കേരളത്തിന്റെ ബാധ്യത, കേരളത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടി കടക്കുകയാണ്. ഈ മലയാളക്കരയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന് പോലും 1,70,000-ലധികം രൂപയുടെ കടബാധ്യത അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. LDF government did not even spare God. They stole gold from Sabarimala temple. What can one expect from such government and such party? എന്തിനധികം പറയുന്നു, ദൈവത്തിനെ പോലും വെറുതെ വിടാത്തവരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന LDF എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ശബരിമല ശാസ്താവിന്റെ അയ്യന്റെ സ്വർണം കവർന്നവർ മറ്റെന്ത് വൃത്തികേടും ഈ നാടിനോട് ചെയ്യുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. His government has completely failed to arrest people, and he is not caring that Sabarimala gold has stolen. They should be punished. Instead of punishing, he is giving them chance to come out from jail. അയ്യന്റെ സ്വർണം കവർന്നതിന്റെ പിന്നിലെ ഗൂഢാലോചന നടത്തിയ പങ്കാളികളായ ഉന്നതരെ അവരെ തുറങ്കലിൽ അടക്കാതെ അവർക്ക് രക്ഷപ്പെടാൻ ഈ സർക്കാർ അവസരം കൊടുക്കുകയാണ്. ആ മോഷ്ടാക്കളുടെ കൂടെയാണ് ഈ സർക്കാർ നിലകൊണ്ടത്. Keralam now has the highest drug cases in India. After Punjab, the Kerala has become the second capital of drug. വേദനയോടെ പറയട്ടെ, മയക്കുമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ ഈ കേരളത്തിന്റെ വർധനവ് അപായമണി പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പഞ്ചാബിന് ശേഷം ഈ രാജ്യത്തിന്റെ മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി കേരളത്തെ മാറ്റാനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചത്. Keralam's public health sector is in ruins. Hospital infrastructure is crumbling. There are medicines, equipment and staffing shortages. കേരളത്തിന്റെ പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ അത് വെന്റിലേറ്ററിലാണ്. ഈ നാട്ടിലെ സാധാരണക്കാരൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശുപത്രികളിൽ അവിടെ മരുന്നുകൾ കിട്ടാനില്ല, അവിടെ ഉപകരണങ്ങളില്ല, അവിടെ നിങ്ങൾക്കറിയാം മതിയായ ജീവനക്കാർ പോലുമില്ലാതെ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമാവുന്നത് ഈ നാടിന് കണ്ടു നിൽക്കേണ്ടി വരികയാണ്. LDF is destroying the health system that was once a global model, and Kerala is always known for good things. But unfortunately, after this LDF, they are destroying the health of poor people. They are destroying
the many good things what the previous government has done. വിശ്വവിഖ്യാതമായ കേരളത്തിന്റെ ആരോഗ്യ മേഖല, കേരള മോഡൽ എന്ന് ലോകം മുഴുവൻ വിളിച്ച ആരോഗ്യ മേഖലയെ ഇവർ തകർച്ചയിലേക്ക് നയിക്കുകയാണ്. കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റുകൾ ഈ നാടിന് നൽകിയ സംഭാവനകൾ പോലും നശിപ്പിക്കുന്ന തരത്തിലേക്ക് അവർ ഈ നാടിനെ നയിക്കുന്നു. മലയാളിയുടെ ആരോഗ്യത്തെ പോലും തകർക്കുന്ന ഒരു ഗവൺമെന്റായി ആരോഗ്യ മേഖല ക്രൂരമായ അവഗണന നേരിടേണ്ടി വരികയാണ്. People here say that there is a secret understanding between CPIM and BJP in Kerala and it has a name, Communist Janata Party. ഇപ്പോ ഒരു കാര്യം നാട്ടിലെങ്ങും പാട്ടാണ്. കേരളത്തിലെ BJPയും CPM തമ്മിലുള്ള അന്തർധാര കേരളത്തിലെ മുഴുവൻ മലയാളികളും തിരിച്ചറിയുന്നു. അതിനൊരു പുതിയ പേരും വന്നിട്ടുണ്ട്. അതാണ് CJP, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നാണ് അവരുടെ ഈ അവിഹിത ബന്ധത്തിന്റെ പേര്. Look at what NDA is doing here in Kerala, where they know they cannot win. BJP is fielding weak candidates, especially to help LDF. അന്ധമായ കോൺഗ്രസ് വിരോധം മാത്രം കൈമുതലായിട്ടുള്ള BJP ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും കഴിയാതെ അവിടെ എങ്ങനെയെങ്കിലും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ മതി, ഇവിടെ CPM വിജയിച്ചാലും LDF വിജയിച്ചാലും പോലും കുഴപ്പമില്ലെന്ന തരത്തിൽ ഈ ധാരണയിലേക്കാണ് BJPയും നീങ്ങുന്നത്. They are not trying to win. They are trying to help LDF win. അവരിവിടെ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല, അവരിവിടെ മത്സരിക്കുന്നത് LDFന്റെ വിജയത്തിന് വേണ്ടിയാണ്. Every vote for BJP is vote gifted to LDF. അതുകൊണ്ട് തന്നെ BJPയിലേക്ക് പോകുന്ന ഓരോ വോട്ടും അത് LDFന് സമ്മാനമായി കിട്ടുന്ന വോട്ടുകളായി നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു. The people of Kerala understanding this clearly, the only genuine vote for change is a vote for UDF. കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ഈ നാടിനൊരു മാറ്റം അനിവാര്യമാണെങ്കിൽ, ആർക്കെങ്കിലും വോട്ട് രേഖപ്പെടുത്തിയാൽ നാട്ടിലൊരു മാറ്റം വരുമെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. Kerala and Kozhikode's secular soul. Kerala is the land of Sri Narayan Guru, Mahatma Ayankali. Here, diverse communities have lived, worshipped, and thrived together for centuries. കേരളവും കോഴിക്കോടും മതേതരത്വത്തിന്റെ ആത്മാവുറങ്ങുന്ന ഇടങ്ങളാണ്. മഹാനായ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയെ പോലുള്ള ആളുകൾ ഈ നാടിന്റെ വെളിച്ചമായ ആളുകളാണ്. ഈ നാട്ടിൽ വൈവിധ്യങ്ങൾക്ക് നടുവിൽ വ്യത്യസ്ത ജാതി മത സമൂഹങ്ങൾ അവരിവിടെ ജീവിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്. Kozhikode welcomed Arab merchants, Chinese traders, Portuguese explorers, people from all walks of life, all communities, and made them all feel at home. Kozhikode have lived for more than 500 years with the spirit of true secularism. It is what Congress has always stood for. ഈ മണ്ണിന്റെ വിശാലമായ മടിത്തട്ടിലേക്ക് അറേബ്യൻ വ്യാപാരികളെ കോഴിക്കോട് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ മണ്ണിലേക്ക് ചൈനീസ് വ്യാപാരികൾ വന്നണഞ്ഞിട്ടുണ്ട്. ഈ മണ്ണിലേക്ക് പോർച്ചുഗലിൽ നിന്ന് വന്ന കച്ചവടക്കാർ ഈ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരെയൊക്കെ കൈനീട്ടി സ്വീകരിച്ച് പാരമ്പര്യമുള്ള ഈ മണ്ണ് കഴിഞ്ഞ 5 നൂറ്റാണ്ട് കാലമായി മതേതരത്വത്തിന്റെ ഈറ്റില്ലമാണ്. അതേ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നിലകൊള്ളുന്നത്. BJP does not understand Kerala. It is aligned to this land, alien to its history, alien its values. I have spent my entire life fighting BJP's politics of hatred and division, and I will not let it take root in Keralaism. ഈ മലയാളക്കരയെ കുറിച്ച് ഒരെത്തും പിടിയും കിട്ടാത്ത സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവര് അന്യഗ്രഹ ജീവികളെ പോലെയാണ് കേരളത്തിനകത്ത്. കേരളത്തിന്റെ ചരിത്രത്തിനോട് ഒരു കാലത്തും നീതി പുലർത്താൻ കഴിയാത്തവരാണ് അവർ. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ
BJP വമിപ്പിക്കുന്ന വെറുപ്പിന്റെ ആ ശക്തികൾക്കെതിരായ പോരാട്ടമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The LDF claims to be secular, but is a party that protects BJP's agenda. How can it happen? You tell that you are secular. You tell that you are protecting the poor people. You are against caste. But how you are helping BJP, who is dead against the poor people, who are dead against the minorities, who are dead against the many poor people of this country. ഈ നാടിന്റെ മതേതരത്വത്തിന്റെ കാവൽപടാന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവരെങ്ങനെയാണ് BJPയുമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നത്? ഈ നാട്ടിലെ ജനാധിപത്യത്തെ തകർക്കുന്ന, മതേതര മൂല്യങ്ങളെ തകർക്കുന്ന BJPയുമായി ചേരുന്നവർ അവർ മതേതരവാദികളല്ല. പാവങ്ങളെ അവഗണിക്കുന്ന BJPയുടെ നയങ്ങളോട് സന്ധി ചെയ്യുന്നവർ അവർ ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങളോട് കൂടെ നിൽക്കാതെ BJPയുടെ അജണ്ടകൾക്കൊപ്പമാണ് കേരളത്തിലെ CPMഉം ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. Today, that spirit is under threat from LDF, government and BJP nexus that has ignored Malabar for 10 years and their politics that sees diversity as a problem to be solved. അവിശുദ്ധ കൂട്ടുകെട്ട്, BJPയും CPMഉം തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിന്റെ വളർച്ചയുടെ പാതയിൽ തടസ്സമായി നിൽക്കുകയാണ്. മലബാറിന്റെ കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കുക. കഴിഞ്ഞ 10 വർഷമായി മലബാർ നിരന്തരം നേരിടേണ്ടി വരുന്നത് അവഗണനയാണ്. ഈ നാടിന്റെ ഐക്യം അതെന്തോ തകർക്കപ്പെടേണ്ട ഒന്നാണെന്ന വിശ്വാസത്തോടെയാണ് BJPയും അതിനോട് ചേർന്ന് CPMഉം ഇപ്പൊ പ്രവർത്തിക്കുന്നത്. Malabar today faces fewer government jobs and inadequate health care. Kozhikode and the rest of North Kerala have been treated as an afterthought by the LDF and as a target of hate politics by the BJP. മലബാറിന്റെ പല കാര്യങ്ങളിലും കൃത്യമായ അവഗണന ഈ ജനത നേരിടേണ്ടി വരികയാണ്. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളിൽ ഈ നാട് അവഗണിക്കപ്പെടുന്നു. സർക്കാർ തൊഴിൽ ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലകളിൽ ഇന്നാട്ടിലെ ചെറുപ്പക്കാർക്ക് മതിയായ അവസരങ്ങൾ കിട്ടാതെ പോകുന്നു. നമ്മൾ അറിയണം, രണ്ടാംകിട പൗരന്മാരായി വടക്കേ മലബാറിനെ കാണാൻ ഒരു ഭരണകൂടം ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ വിഭാഗീയ അജണ്ടകൾ, അതിന്റെ വിത്തുകൾ ഇവിടെ പാകാൻ BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. We will not be ignored and we will not be divided. And today the LDF wants to divide the people. They are following the BJP's agenda. Therefore, we should be very careful while voting. ഈ നാടിന്റെ വിഭാഗീയത പ്രവണതകളെ, BJPയുടെ അജണ്ടകളെ അതിനെ പുൽകാൻ LDFഉം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിൽ അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇല്ല, ഈ നാടിനെ തമ്മിലടിക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല. ജാഗ്രതയോടെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന വോട്ടർമാർ അവർ ഈ നാടിന്റെ ഐക്യത്തെ കാക്കുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. Let me speak directly to the young people of Kozhikode and Kerala. You are talented, connected, ambitious, and you deserve a government that matches your ambitions and your aspirations. ഈ നാട്ടിലെ യുവതയോട്, കേരളത്തിലെയും കോഴിക്കോട്ടെയും ചെറുപ്പത്തോട് നേരിട്ട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങള് ഈ നാട്ടിലെ യുവത അഭിമാനമാണ്, വിപുലമായ ബന്ധങ്ങളുള്ളവരാണ്, സാങ്കേതികത്വവുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ സ്വപ്നങ്ങൾക്ക് പുറകെ കുതിക്കാൻ കരുത്തുള്ളവരാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ അഭിനിവേശങ്ങളെ അതിനെ തിരിച്ചറിയാൻ കഴിയാവുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടതുണ്ട്. അതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. LDF promised 40 lakh jobs, like Modi promised 2 crores jobs every year. Similarly, LDF is now telling that they will give 40 lakhs jobs. So, like Modi, they are telling lie.
and you should not support people who speak often and often lie. We should face them and ask them, your own friend Modi, whom our Pinarayi government he likes them more. Ask them, where are 2 crores jobs every year what Modi promised? Now in 12 years, 24 crore jobs he would have given. Where are their jobs? Therefore, you be careful. That's why you should not support LDF. കോട്ടിട്ട നേതാവ് 2 കോടി തൊഴിലവസരങ്ങൾ ഒരു വർഷം നൽകാമെന്ന് പറയുമ്പോ മുണ്ടെടുത്ത നേതാവ് 40 ലക്ഷം തൊഴിലവസരങ്ങൾ ഒരു വർഷം തരാമെന്ന് പറയുന്നു. രണ്ടും പച്ച കള്ളമാണ് എന്ന് ഈ നാട്ടിലെ ജനതക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പിണറായി വിജയനോടും ഗവൺമെന്റിനോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഒക്കെ ചങ്ങായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആർജവത്തോടെ ചോദിക്കാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടോ? എവിടെയാണ് എല്ലാ വർഷവും നിങ്ങൾ നൽകാമെന്നേറ്റ 2 കോടി തൊഴിലവസരങ്ങൾ? 12 വർഷം കൊണ്ട് 24 കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്തുണ്ടാകേണ്ടിയിരുന്നത് എവിടെയാണെന്ന് ചോദിക്കാതെ നിങ്ങളുടെ ചെങ്ങാത്തം ഈ നാട്ടിലെ യുവതയുടെ സ്വപ്നങ്ങളെ തകർക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളോട് ഞാൻ പറയുന്നു, ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ഇത്തരം പച്ച കള്ളങ്ങളിൽ വീണു പോവാതെ ഇത്തവണത്തെ നിങ്ങളുടെ വോട്ട് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. There are only backdoor appointments available in Kerala under the LDF government. Not direct appointment, no advertisement, nothing. They are giving appointments by backdoor. കഴിവും യോഗ്യതയും അർഹതയുമുള്ള ആളുകൾക്ക് നേരായ മാർഗത്തിൽ തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം അറിയപ്പെടാതായി തുടങ്ങിയിരിക്കുന്നു. അതിന് പകരം കേരളം പിൻവാതിൽ നിയമനങ്ങളുടെ പറുദീസയായി ഈ ഇടതുമുന്നണി മാറ്റിയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. If there is a merit, they are not getting job. But people go meet their cadres, meet their leaders. They are getting the jobs from backdoor. യോഗ്യതയുള്ളവന് തൊഴിലില്ല. മന്ത്രി ബന്ധുക്കളാണെങ്കിൽ പാർട്ടി കൊടി പിടിച്ചവരാണെങ്കിൽ യോഗ്യതയുള്ളവനെ മറികടന്ന് പിൻവാതിൽ വഴി സർക്കാർ ജോലികളിൽ അവരെ തിരികെ കയറ്റുന്നത് കേരളം കണ്ടു നിൽക്കേണ്ടി വരികയാണ്. I am proud that our Kerala people are throughout world and they deserve good treatment when throughout world there is a war and many people from coming outside, whether it is Arabian countries or whether our America or any other country, they are coming back. But this government is not making any arrangement for them. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ നാടിന്റെ അഭിമാനമാണ്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്താൽ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാൽ ഗൾഫിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ മറ്റേതെങ്കിലും വൻകരയിൽ നിന്നോ അവർക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നാൽ അവരെ കാത്തു സംരക്ഷിക്കാൻ പ്രവാസ സമൂഹം ഇവിടെ തിരികെ വരുമ്പോ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു സംവിധാനങ്ങളും ഒരുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കുന്നില്ല. To every youngster, this election is very important. You have the numbers to decide it and you have the right time to demand a change. എന്റെ പ്രിയങ്കരായ യുവ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഒരു തീരുമാനമെടുക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്, അതിനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. ഈ നാടിന്റെ അനിവാര്യമായ മാറ്റത്തെ അത് പിടിച്ചു വാങ്ങാൻ കെൽപ്പുള്ളവരാണ് കേരളത്തിന്റെ യുവതയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. I also know the football mania that runs through the streets of Kerala. I know how badly the youth of Kerala wanted to see Messi and other players. The CPIM promised that Messi would visit, but we know what happened to that announcement. നിങ്ങളുടെ സിരകളിൽ ഓടുന്ന ഫുട്ബോൾ ലഹരിയെ തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ഓരോരുത്തരും ലോക ഫുട്ബോളിന്റെ മിശിഹ ലയണൽ മെസ്സി കേരളത്തിൽ വന്നു കാണണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഈ ഗവൺമെന്റും അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും
പല വാക്കുകളും മെസ്സിയെ കൊണ്ടുവരുന്ന ഉൾപ്പെടെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അവസാനം തള്ളി മറിച്ചതല്ലാതെ മറ്റൊന്നും നടന്നില്ല എന്നുള്ളതും ഞാൻ കൃത്യമായി തിരിച്ചറിയുന്നു. These two poles, it resembles. This speaks. This is a football ground. People play here. ഈ മഹാസമ്മേളനം നടക്കുന്ന ഈ കടപ്പുറത്ത് ഞാൻ നോക്കുമ്പോ കാണുന്നത് രണ്ട് ഫുട്ബോൾ പോസ്റ്റുകളാണ്. നിങ്ങളുടെ ഫുട്ബോൾ പ്രേമം കമ്പം ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കൂടിയാണ് എന്നുള്ളത് ഈ രണ്ട് പോസ്റ്റുകൾ ഉറക്കെ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. Rahul Gandhi ji has promised Kerala, when we come to power, we will build a FIFA accredited stadium that can host greats like Messi, Ronaldo, Neymar and Sunil Chhetri. ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കേരളത്തിലെ യുവതോട് ഞാൻ പറയുന്നു. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ സുനിൽ ഛേത്രിയെ പോലെ, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ, നെയ്മറിനെ പോലെ, മെസ്സിയെ പോലെ ഒരാൾക്ക് കേരളത്തിന്റെ മണ്ണിൽ വന്ന് കളിക്കണമെങ്കിൽ അതിന്റെ എല്ലാ നിലവാരങ്ങളും പുലർത്തുന്ന ഫിഫ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം അത് കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾ പണിയുമെന്ന് വാക്കും ഉറപ്പും ഈ വേദിയിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. Congress 5 Indira guarantees. When people ask what Congress will do for Keralam, I say free KSRTC bus travel for women, free KSRTC bus travel for women and rupees 1,000 a month as a financial support for college going girls. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന ചില ചോദ്യങ്ങളുണ്ട്. അവർക്കുള്ള ഉത്തരങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട്. ഈ ഇന്ദിരാജിയുടെ പേരിലുള്ള ഗ്യാരണ്ടി അത് ഞങ്ങൾ ഒരു വാക്കായി നിങ്ങൾക്ക് നൽകുന്നു. ഈ നാട്ടിലെ സഹോദരിമാർക്ക് ഉറപ്പ് നൽകുന്നു. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരിക്കും ഒരു നയാ പൈസ ഇനി അവിടെ കൊടുക്കേണ്ടി വരില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നു. കോളേജുകളിലേക്ക് പോകുന്ന പാവപ്പെട്ട ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥിനികൾ അവർക്ക് ഉറപ്പ് നൽകുന്നു. ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിൽ 1000 രൂപ നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി UDFന്റെ ഗവൺമെന്റ് നിക്ഷേപിക്കും. Increasing welfare pension to 3,000 rupees. ഈ നാടിന്റെ സാമൂഹ്യ പെൻഷൻ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ വാക്ക് നൽകുന്നു. Women Chandi health insurance scheme with coverage of rupees 25 lakhs per family. മലയാളിയുടെ കണ്ണിലുണ്ണിയായ നേതാവ് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ചികിത്സക്ക് പണം കിട്ടാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി അത് നടപ്പിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. Interest free loans up to 5 lakh for youth. ഈ നാട്ടിലെ യുവത അവരിവിടെ തുടരാൻ ആഗ്രഹിക്കുമോ, വളരാൻ ആഗ്രഹിക്കുമോ, അവരുടെ സംരംഭക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ 5 ലക്ഷം രൂപ വരെയുള്ള അവരുടെ വായ്പകൾ അത് പലിശരഹിതമായി അടുത്ത ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ നൽകുമെന്നുള്ളതും പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. Special department for senior citizens. നമ്മളെ കാത്തവർ, തണലായവർ, ആ മുതിർന്ന പൗരന്മാർക്ക്, അച്ഛനമ്മമാർക്ക്, പ്രായമേറിയവർക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടി അടുത്ത മന്ത്രിസഭ രൂപീകരിക്കുന്ന വകുപ്പുകളിൽ കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത മുതിർന്നവരുടെ ക്ഷേമത്തിന് മാത്രമായി ഒരു വകുപ്പ് രൂപീകരിക്കുമെന്ന് ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. We have implemented such schemes whenever our government is there. We have implemented in Karnataka, we have implemented in Telangana, we have implemented in Himachal Pradesh. So whatever we promise, we will do. We will act. It is not a false promise. It is promise means implementation. നിങ്ങൾക്കറിയാം, ഇതൊരു തെരഞ്ഞെടുപ്പ് റാലിയിലെ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
കർണാടകയിൽ അധികാരത്തിൽ വന്നപ്പോ, തെലങ്കാനയിൽ അധികാരത്തിൽ വന്നപ്പോ, ഹിമാചൽ പ്രദേശിൽ അധികാരത്തിൽ വന്നപ്പോ തെരഞ്ഞെടുപ്പിന് എന്തെല്ലാം ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതെല്ലാം നടപ്പിലാക്കിയ ഗവൺമെന്റുകളാണ് അവിടെ ഭരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ചെയ്യും, ഞങ്ങൾ ചെയ്യുന്നതേ പറയൂ എന്ന് വാക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. I want to tell every Congress and UDF workers, go to every booth, reach every voter, leave no house unvisited. This should be your work. Then only you change the scenario of our Kerala, and also you will get a UDF government. ഈ മനുഷ്യ കടലിനോട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ആവേശം അത് ബൂത്തുകളിലേക്ക് എത്തണം, ഈ ആവേശം അത് വീടുകളിലേക്ക് എത്തണം. നിങ്ങൾ മുട്ടാത്ത ഒരു വാതിലും കേരളത്തിന്റെ വീടുകളായി ഈ മണ്ണിൽ ഉണ്ടാവരുത്. ഓരോ വോട്ടറെയും നിങ്ങൾ നേരിട്ട് കാണണം, അവരോട് കാര്യങ്ങൾ സംവദിക്കണം, അവരെ കൂടെ നിർത്തണം. നാട് ആഗ്രഹിക്കുന്ന മാറ്റം ജനതയ്ക്ക് നടപ്പിലാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ളവരായി നമ്മൾ മാറണം. ഈ ദുർഭരണം അവസാനിപ്പിച്ച് കേരളത്തിൽ UDFന്റെ ഭരണം കേരളത്തെ വീണ്ടെടുക്കാൻ, പുനഃസ്ഥാപിക്കാനുള്ള യുദ്ധത്തിന് നിങ്ങൾ തയ്യാറായി ഇറങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. I want to tell every family struggling under debt, under drug menace, under broken health system, your answer is April 9. To fulfill this, if we vote properly, then definitely you will decide on 9th April, and definitely the UDF government will come, and whatever we are promising, definitely we will do. There is no doubt. മലയാളി അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള മറുപടിയാണ് ഏപ്രിൽ 9. മയക്കുമരുന്നും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം, അതിനെല്ലാം പരിഹാരം നിങ്ങൾ തേടുന്നുവെങ്കിൽ അതിന്റെ ദിവസമാണ് ഏപ്രിൽ 9. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കി നമ്മൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ പറഞ്ഞ എല്ലാ വാക്കും ഓരോന്നും നമ്മൾ പാലിച്ചിരിക്കും. I will tell, no doubt, today LDF is nearer to BJP than people. They want to somehow save the government. They want to come back in power. But if they come to power again, the entire Kerala system further will deteriorate, and already they are deteriorated, further it will deteriorate. Therefore, with folded hand, I request you, please bring back UDF. They will save you. They will save Kerala. They will save all youngsters. This is my request. എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള വെമ്പൽ കൊണ്ട് LDFന് ഇപ്പൊ താല്പര്യം ജനങ്ങളോടല്ല, ജനങ്ങളോടുള്ളതിനേക്കാളും അടുപ്പം LDFന് ഇപ്പൊ BJPയോടാണ് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിലേ തകർന്ന് തരിപ്പണമായ ഒരു കേരളത്തെ ഇനിയും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ കൈകൾ കൂപ്പിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിയെ തിരികെ കൊണ്ടുവരണം. Defeat the corrupt LDF. Expose the BJP's politics of hate. Let Keralam breathe again. Keralam Jaikum. J-Y-K-I. JQ. Keralam Jaiku. UDF Jaikum. Keralam will win. UDF will lead. Jai UDF. I will shout, you should also say. I will say, Jai UDF. No, nothing. Jai UDF. Jai Keralam. Jai Keralam. Jai Hind. Jai Congress. Jai UDF. Thank you very much, and I am grateful that all our leaders who are sitting on the dais, they are doing very good work, whether Venugopalji or our Congress President Joseph, Satishanji, Syed Sadiq Ali Tangal,
or Sudhakaran. Where is Sudhakaran? You are here. So he is also here. So Ramesh Chanitala, everybody's, and all our friends from Delhi, from Karnataka, from other places they have come. They are working hard, and our leaders are working hard. Really, all of them who have come here, I congratulate them, and once again I salute you, because you are the great people. Without you, we will not be there. You are the voters. You have to decide our fate, and our prosperity and fate is in your hand. We may do many bhashans, many speeches, but our fate deciders, our Brahma, what you call, who writes, some people believe, but I am telling you that you are the Brahmas. You write our fate. So I believe that you will write correctly on April 9th. Therefore, friends, once again, I salute all of you and thank you very much for hearing patiently my few words. And Rahulji wanted to come because of certain things. Acha. No, here, physically. So, he is also online there. But because of certain circumstances, he did not attend. But we all are here. And we all are you work under you. So, once again, I appreciate all the efforts put by our all leaders. And this spirit of winning should be not only 9th April, further also. That's why I request all our friends, UDF workers and other leaders, be united, win, win and win.